വടക്കേ മലബാറിൽ ആദ്യമായി നടക്കുന്ന ഋഗ്വേദ ലക്ഷാർച്ചനയ്ക്ക് പള്ളിക്കുന്ന് കാനത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. തിങ്കളാഴ്ച ആരംഭിച്ച ഋഗ്വേദ ലക്ഷാർച്ചനയ്ക്ക് ദിവസേന 100 കണക്കിന് ആളുകളാണ് എത്തുന്നത്. കാനത്തൂരമ്പലനടയിൽ തൊഴുതു ഞാൻ നിൽക്കുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിലെത്തിയ സ്വാമിജിയെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയിടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. ക്ഷേത്രം മേൽശാന്തി മാധവൻ നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ സ്വാമിജിയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്ര ദർശനത്തിന് ശേഷം പുറത്തിറങ്ങിയ സ്വാമിജി ഭക്തർക്ക് ദർശനം നൽകി. തൊഴുതു ഞാൻ നിൽക്കുമ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിന്നലയൊലികൾ ദേവാശങ്കനാദത്തിൻ പ്രതിധ്വനികൾ. ഋഗ്വേദ ലക്ഷാർച്ചനയുടെ മഹത്വത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. വളരെ പുരാതനമായി ഇന്ന് ദേശത്തിൻ്റെ സംസ്കൃതി സംസ്കാരം നിലനിന്നത് വൈദിക ധർമ്മം കൊണ്ട് വേദം കൊണ്ടാണ്. അപ്പോൾ വേദപാരായണം അമ്പലത്തിൽ നടക്കുമ്പോൾ ആ അമ്പലത്തിൻ്റെ സാന്നിധ്യം വർദ്ധിച്ച് അത് പരോക്ഷമായി ഭക്തന്മാർക്ക് അത് അനുകൂലപ്പെടും. വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നു, സാമ സാമകസാമ നിർവാണം ഭേഷജം ഭീഷകം. അപ്പോൾ ആ വിഷ്ണുവിനെ ഞങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് വൈദ്യനോ അവനെ, ഔഷധം അവനെ. അപ്പം ഞങ്ങളുള്ള ഭവരോഗത്തിന് ഒരു ഔഷധമായി ഭഗവാൻ വൈദ്യനായി ഞങ്ങൾ അനുഗ്രഹിക്കും. അപ്പം അതിൻ്റെ ഔഷധം എന്ത്? ഞങ്ങൾ അമ്പലത്തിൽ നടക്കുന്ന ഇങ്ങനത്തെ ധാർമ്മിക പരിപാടികൾ ഞങ്ങൾ സംബന്ധിച്ചാൽ അതിൽ ഞങ്ങൾ പോയി ഞങ്ങൾ സേവ ചെയ്താൽ അതാണ് ഞങ്ങളുടെ ശ്രേയസ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് അത് കാരണമാകും. ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഇളയെടുത്ത് ഈശാനൻ നമ്പൂതിരി, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ PK ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം ട്രസ്റ്റിമാരായ TK പ്രശാന്ത്, രാജീവൻ, ക്ഷേത്ര പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് വേലായുധൻ, സെക്രട്ടറി KC ശ്രീജിത്ത് മാസ്റ്റർ, KM ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഋഗ്വേദ ലക്ഷാർച്ചനയിൽ ഞായറാഴ്ച ഗജപൂജ നടക്കും. തിങ്കളാഴ്ച രാവിലെ മഹാകലശാഭിഷേകത്തോടു കൂടിയാണ് ലക്ഷാർച്ചന സമാപിക്കുക. ഋഗ്വേദ ലക്ഷാർച്ചനയ്ക്ക് ഭക്തജനങ്ങൾക്ക് നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും വിവിധ ആധ്യാത്മിക പരിപാടികളും നടന്നുവരുന്നു. രാവിലെയും ഉച്ചയ്ക്കും പ്രസാദ ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.
ശരി പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.